ഏഴാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സ്കൂളാണ്. ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലെ കാര്യങ്ങളാണ്. അതായത് സ്കൂൾ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഹിയോക്കി ആണെങ്കിൽ അവൻ ഏത് ഡിവിഷനിലേക്കാണ് മാറേണ്ടതെന്നുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങോട്ട് നമ്മുടെ വാട്ടായി വന്നിട്ട് നോക്കുന്നുണ്ട്. അവൻ നമ്മുടെ ഹിയോക്കിനെയും കൂടി ഒന്ന് നോക്കുന്നുണ്ട്. അവൻ്റെ പുതിയ സ്കൂളായതുകൊണ്ട് തന്നെ അവന് ഒരു നെർവസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവൻ്റെ ഫ്രണ്ട്സും ആരുമില്ല. അങ്ങനെ അവൻ ക്ലാസ്സിട്ട് വരുമ്പോഴാണെങ്കിലും ഇവനെ എല്ലാ പെൺപിള്ളേരും നോക്കുന്നത് കാണുമ്പോൾ അവന് ശരിക്കും അസ്വസ്ഥതയാണ് ആവുന്നത്. അവനങ്ങനെ വന്നിട്ട് ബെഞ്ചിലിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ പുതിയ അഡ്മിഷനാണോ? ഞാനും പുതിയ അഡ്മിഷനാണ്, എന്താണ് പേരെന്ന് ചോദിക്കുന്നുണ്ട്. വാട്ടറായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ പരിചയപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അവരുടെ പുതിയ സ്കൂളിലെ കാര്യങ്ങളെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് വേറൊരുത്തൻ വന്നിട്ട്, ഇത് എൻ്റെ സീറ്റാണ്, ഒന്ന് എണീക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ എണീറ്റ് കൊടുക്കുന്നുണ്ട്. എണീറ്റതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ എണീക്കാൻ പറഞ്ഞത് ദേഷ്യത്തോടെയൊന്നുമല്ല, റെഗുലറി ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്താൻ വന്നിട്ട്, നീ ഇന്നെന്താ നേരത്തെ എത്തിയെന്നൊക്കെ ചോദിച്ച് വർത്താനം പറഞ്ഞു വെക്കുമ്പോൾ, ഇതാരാണ്, പുതിയ ഫ്രണ്ട്സാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഇപ്പം ഞാൻ പരിചയപ്പെട്ടതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നാലുപേരും അവിടെ ഇരുന്നിട്ട് അവർ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നാലുപേർക്കും നല്ല ഫ്രണ്ട്സ് ആവാമെന്നും പറയുന്നുണ്ട്. അവർ സംസാരിക്കുന്നതെല്ലാം ഒരേ ടേസ്റ്റുള്ള കാര്യങ്ങളുമാണ്. അങ്ങനെ അവർ നാലുപേരും ഫ്രണ്ട്സ് ആവുന്നുണ്ട്. സമയത്താണ് നമ്മുടെ ഹിയോക്കി വന്നവിടെ ഇരിക്കുന്നത്. ഹിയോക്കി വന്നിരിക്കുന്നത് ചെറുതായിട്ട് നമ്മുടെ വാട്ടറായി ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചർ വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നതുപോലെ പെൻസിൽ കൊണ്ട് വരക്കണമെന്ന്. കൂട്ടുകാരന് പെൻസിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വാട്ടറായി അത് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ വാട്ടറായും എല്ലാവരും വരച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ അവിടുത്തെ പേപ്പറും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് മിസ്സിന് കൊണ്ടേ കൊടുക്കാൻ പോകുമ്പോഴാണ് ഒരു പെൺകുട്ടി സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്നത്. അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിൽ പെൻസിലില്ല എന്നാണ് പറയുന്നത്. അത് കുഴപ്പമില്ല, ഞാൻ പെൻസിൽ തരാം, എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള പെൻസിൽ അവൾക്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്ന കാണുമ്പോഴേക്കും, നീ ഇത് മേടിച്ചോ, ഒരു പെൻസിലല്ലേ, കുഴപ്പമൊന്നുമില്ല, നീ അത് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അവളാണെങ്കിൽ അവനോട് ഒത്തിരി നന്ദിയും കാര്യങ്ങളും പറയുന്നുണ്ട്. അവളങ്ങനെ ആ പെൻസിൽ ഉപയോഗിച്ചിട്ട് അവളുടെ വർക്ക് അവിടെ നിന്ന് വരക്കാണ്. ബാക്കിയുള്ളവർ ഇവങ്കയൊക്കെ പറയുന്നുണ്ട്, ഇവർ തമ്മിൽ പെട്ടെന്ന് തന്നെ കപ്പിൾസ് ആവുമെന്ന് തോന്നുന്നു, ഇവളെ അവന് ഇഷ്ടമാണെന്നെല്ലാം പറയുന്നത് അവൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ പെൻസിൽ വരച്ചതിന് തിരിച്ചു കൊടുത്തിട്ട് സോറി ചോദിക്കുകയാണ്. പെൻസിൽ തന്നതിന് നന്ദിയുണ്ട്, പക്ഷെ ഞാൻ കാരണം ഇങ്ങനെ നിനക്ക് കേൾക്കേണ്ട വന്നതിൽ ഞാൻ സോറി ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ അത് കാര്യമൊക്കെ എടുക്കുന്നില്ല. ഈ സമയത്ത് ഹിയോക്കി ആണെങ്കിൽ അവനെ തന്നെ നോക്കുന്നുണ്ട്. നമ്മുടെ വാട്രായും തിരിച്ച് ഹിയോക്കിനെ നോക്കുന്നുണ്ട്. വാട്രായ ആണെങ്കിൽ ഇവരിങ്ങനെ ഇല്ലാത്ത കാര്യം പറയുന്നത് കേട്ട് സങ്കടപ്പെട്ട് സ്കൂളിൻ്റെ ബാക്കിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആ വഴി രണ്ട് പയ്യന്മാർ നടന്നു പോകുന്നത്. അവരും നമ്മുടെ വാട്രായനെ കുറിച്ച് തന്നെ പറയുന്നത്, അവനിത് ഹാൻഡ്സാണ്, അത് വെച്ചിട്ട് അവനെ പെമ്പിള്ളേരെ പെട്ടെന്ന് വളക്കാൻ പറ്റുമെന്നൊക്കെ. ഇത് കേൾക്കുന്ന നമ്മുടെ വാട്രായി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എല്ലാവരും എന്തിങ്ങനെ പറയുന്നത്, എൻ്റെ ഫേസ് അത്ര നല്ലതാണോ, പക്ഷെ എനിക്ക് എപ്പോഴും ഭയങ്കര നെഗറ്റീവായിട്ടാണ് തോന്നുന്നതെന്നൊക്കെ അവനിരുന്ന് പറയാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് എണീറ്റ് തിരിച്ച് ക്ലാസ്സിൽ ചെല്ലുമ്പോഴേക്കും ക്ലാസ്സിൽ കുറേ പിള്ളേരും വാട്രായനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഹിയോക്കിനോട് വന്നിട്ട് അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേർ വാട്രായ എങ്ങനെയുള്ള ആളാന്നൊക്കെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹിയേട്ടാ നമ്മുടെ ഹിയോക്കി പറയുന്നുണ്ട്, അവൻ മോശമല്ല, അവൻ നല്ലവനാണ്, പെൻസിലില്ലാത്തൊരു കുട്ടീനെ പെൻസിൽ കൊടുത്ത് സഹായിച്ചു എന്നൊക്കെ. ഇത് പറയുന്ന കേൾക്കുന്ന വാട്രായ്ക്ക് സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ഒരാൾ അവനെ പറ്റി നല്ലത് പറയുന്നത് അവൻ കേൾക്കുന്നത്. എപ്പോഴും അവൻ്റെ ഫേസിനെ കുറിച്ചൊക്കെയാണ് പറയത്തുള്ളൂ. അവൻ ആ റൂമിട്ട് കയറിയിട്ട് അവൻ്റെ റെക്കോർഡ് നോക്കുന്നുണ്ട്. അതിൽ ഹിയോക്കിക്ക് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവനത് എടുത്തു നോക്കുന്നുണ്ട്. ഹിയോക്കിനെ ഓൾറെഡി അവന് ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് മറിച്ച് അവൻ്റെ പേര് പിന്നെ അസാഹി എന്നൊക്കെ ഉള്ള പേരാണ് വായിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹിയോക്കിനെ കാണാനായിട്ട് വാട്ടറായി ബാഡ്മിൻ്റൺ കോർട്ടിൽ ചെല്ലുന്നുണ്ട്. അവനവിടെ നിൽക്കുമ്പോഴാണ് അകത്തുനിന്ന് ഒരു കോർക്ക് താഴെ വീഴുന്നത്.
അവനത് എടുക്കാൻ പോകുമ്പോൾ തന്നെ അങ്ങോട്ട് ഒരു ബോളും കൂടി വീഴാണ്. പക്ഷെ അവൻ ആദ്യം ആ ബോൾ എടുക്കാണ്. ബോൾ എടുത്ത ഉടനെ തന്നെ താഴത്തുനിന്ന് പിള്ളേർ പറയുന്നുണ്ട് വേഗം താഴത്തേക്ക് അത് ഇട്ട് തരാൻ. അവൻ അത് ഇട്ട് കൊടുക്കുന്ന സമയത്താണ് ഹിയോക്കി അങ്ങോട്ട് വന്നിട്ട് ആ കോർക്ക് എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നത്. ഹിയോക്കി ആണെങ്കിൽ ഇവനിങ്ങനെ നോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഹിയോക്കി പോയ വഴി തന്നെ നമ്മുടെ വാട്ടറായി നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് സ്കൂൾ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീമിൽ ജോയിൻ ചെയ്യാം. ഒരു ടീമിൽ 5 മെമ്പേഴ്സാണ് മാക്സിമം വേണ്ടതെന്നെല്ലാം. പിള്ളേരപ്പോൾ തന്നെ അത് ഗ്യാങ് ആക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് മാറുന്നുണ്ട്. നമ്മുടെ 4 പിള്ളേരോ ഓൾറെഡി സെറ്റായിരിക്കുകയാണ്. വാട്ടറായ മനസ്സ് വിചാരിക്കുന്നുണ്ട് ഇത് തന്നെയാണ് എൻ്റെ ചാൻസ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഒരാളെയും കൂടി ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. എല്ലാവരും പറയുന്നുണ്ട് അതിനെന്താ ആഡ് ചെയ്യാമെന്ന്. ആരാന്ന് ചോദിക്കുമ്പോഴേക്കും ഹിയോക്കിയുടെ പേര് പറയുന്നുണ്ട്. അതിനിപ്പോൾ എന്താ, അവൻ ആഡ് ചെയ്തോട്ടെ, അവൻ പാവമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അവൻ എൻ്റെ ഒപ്പം കൂടെ പഠിച്ചതാന്ന് ഒരുത്തൻ പറയുന്നുണ്ട്. ഞാൻ അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിരിക്കുകയാണ്. നിനക്ക് ഞങ്ങളുടെ ഒപ്പം സ്കൂൾ ട്രിപ്പിന് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് മെമ്പറായിട്ട്. അവനും അന്ന് പറഞ്ഞുള്ളേ ഓക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മനസ്സിൽ വിചാരിക്കുന്നതാണ് നമ്മൾ കേൾപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ പ്ലാൻ സക്സസ് ആയി. അവൻ എൻ്റെ ഗ്രൂപ്പിൽ ചേർന്നു. ഇനി സ്കൂൾ ട്രിപ്പിൽ കാണാമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ സ്കൂൾ ട്രിപ്പിലാണെങ്കിൽ നമ്മുടെ ഹിയോക്കിയുടെ അടുത്തിരുന്നതും എല്ലാവരോടൊപ്പം സംസാരിച്ചതൊക്കെ വാട്ടറായി ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. അന്ന് രാത്രി ഹിയോക്കി ഉറങ്ങിയ ശേഷം അവൻ്റെ ബ്ലാങ്കറ്റൊക്കെ പുതപ്പിച്ച് കഴിയുമ്പോഴേക്കും കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നമ്മളൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഹിയോക്കി ഒരു ഫ്രണ്ടാണോ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഉദ്ദേശം നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ സമ്മതിക്കുകയാണ് എനിക്ക് അതിനെക്കാട്ടും കൂടുതൽ ഉദ്ദേശമുണ്ടെന്ന്. അങ്ങനെ നമ്മൾ അവസാന ട്രിപ്പിൻ്റെ സമയത്ത് നമ്മുടെ മൂക്കിയുടെ ചേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ കടയിൽ പോകാമെന്ന്. അപ്പോൾ അവനോട് പറയുന്നുണ്ട് എനിക്കറിയാം നിനക്കും അവനെ ഭയങ്കര ഇഷ്ടമെന്ന്. നീ മനസ്സിൽ വെക്കാതെ നീ അതങ്ങ് തുറന്നു പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവസാനം നീ തന്നെ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമൊന്ന്. അതും നമ്മളെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രസൻറ്റിലെ കാര്യമാണ് കാണിക്കുന്നത്. അവർ ആ ബീച്ച് സൈഡിൽ തന്നെയാണ്. നമ്മുടെ വാട്ടറായാണെങ്കിൽ അവന് ഹിയോക്കിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം കൺഫസ് ചെയ്തല്ലോ. അത് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ നിന്നെ നോട്ട് ചെയ്തിട്ട് കുറേ നാളായി എന്നൊക്കെ പറയുന്നുണ്ട്. ഹിയോക്കി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് പെട്ടെന്ന് തന്നെ പേടിക്കുകയാണ്. അവൻ ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ടറായി നീ കരയൊന്നും വേണ്ട, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ അത് വിട്ടേക്ക്, നിനക്ക് വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് എണീറ്റ് പോവാണ്. പെട്ടെന്ന് തന്നെ ഹിയോക്കി അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. നീ പോവല്ലേ, ഞാൻ കരഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ആരും എന്നോട് ഇതുവരെ കൺഫ്യൂസ് ചെയ്തിട്ടില്ല, പിന്നെ ഞാനും ആരോടും കൺഫ്യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഈ ഫീലിംഗ് എല്ലാം പുതിയതാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, നീ എൻ്റെ കൂടെ ഉള്ളപ്പോഴേക്കും ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അതിൽ കൂടുതൽ എനിക്ക് യാതൊന്നും അറിയത്തില്ല. നീ എൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് കുറച്ച് സമയം തന്നെ ഞാൻ ആൻസർ പറയാനായിട്ട്. അപ്പോഴേക്കും തന്നെ വാട്ടറായി അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എന്നോട് എന്നാണോ ഇഷ്ടമാണോ പറയുന്നത് അന്നോട്ട് ഞാൻ നിൻ്റെ അടുത്ത് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ഇവർ സംസാരിച്ച് വെക്കുമ്പോഴാണ് കൂട്ടുകാരങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടുന്ന് കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.